നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ ഇങ്ങനെ? ഒന്ന് വഴക്കു പറയുമ്പോൾ, അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം കിട്ടാതെ വരുമ്പോൾ, മൊബൈൽ കിട്ടാതെയാകുമ്പോൾ, എന്ന് TV റിമോട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞവരെ ആത്മഹത്യ. ഒന്നും താങ്ങുവാനോ അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള ഒരു മനസ്ഥിതി കുട്ടികൾക്ക് നഷ്ടമായിരിക്കുന്നു. എവിടെയാണ് മാതാപിതാക്കളായവർക്ക് തെറ്റുപറ്റുന്നതെന്നറിയില്ല. പാരന്റിംഗ് ആണോ, സമൂഹമാണോ, മൊബൈലാണോ ഇതിനൊക്കെ കാരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് വിഷമവും സങ്കടവും തോന്നുന്ന ഒരു വാർത്തയായിരുന്നു നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിവിള സ്വദേശികളായ ശ്യാമിന്റെയും ലേഖയുടെയും മകൾ അഹല്യയുടെ മരണം. അമ്മ വഴക്കു പറഞ്ഞുവെന്ന കാരണത്താൽ ആത്മഹത്യ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ അമ്മ വഴക്കു പറഞ്ഞതുള്ള മനോവിഷമത്തിൽ കുട്ടി ജീവനൊടുക്കിയതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനവും. അമ്മ ലേഖയ്ക്ക് സുഖമില്ലാതിരുന്നതിനാൽ സംഭവദിവസം രാവിലെ അച്ഛൻ ശ്യാമുമൊത്ത് ആശുപത്രിയിലേക്ക് പോയിരുന്നു. ഇതിനായി തയ്യാറാകുമ്പോൾ അഹല്യ അടിതെറ്റി വീണു. ഇതിന്റെ പേരിൽ അമ്മ വഴക്കു പറഞ്ഞുവെന്നും അടി നൽകിയെന്നുമാണ് പോലീസ് പറയുന്നത്. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. കാരണം ഏതൊരു മാതാപിതാക്കളായിരുന്നാലും സ്വന്തം മക്കൾ ഓടിക്കളിക്കുമ്പോൾ ഒന്ന് കാല് ഇടറി വീണ് മുറിവേറ്റാൽ പോലും ആ കുട്ടികളെ ശകാരിച്ചുകൊണ്ടായിരിക്കും അതിൽ നിന്ന് മാറ്റി നിർത്തുക. ഇല്ലെങ്കിൽ അവർ വീണ്ടും അത് ആവർത്തിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. അത് തന്നെയാണ് ആ അച്ഛനും അമ്മയും അവിടെ ചെയ്തത്. അച്ഛനും അമ്മയും പുറത്തു പോകുന്നതിനിടയിൽ അടിതെറ്റി വീഴാതെ ഒരിടത്ത് അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അച്ഛന്റെ സഹോദരിക്കൊപ്പമായിരുന്നു അഹല്യ വീട്ടിലാക്കി മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോയത്. അവർ കുട്ടിക്ക് കഴിക്കുവാൻ ഭക്ഷണം പാകം ചെയ്ത ശേഷം കഴിക്കുവാൻ വിളിച്ച നേരം കുട്ടി വന്നിരുന്നില്ല. വീടിനുള്ളിലെ മുറിയിൽ അടച്ചിരുന്ന കുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതായതോടെ ഇവർ ജനാല വഴി മുറിക്കകത്തേക്ക് നോക്കിയപ്പോഴാണ് കുട്ടിയെ തൂങ്ങിമറിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ ഫാനിൽ തുണി കെട്ടി മേശയിൽ കയറി നിന്ന് കുരുക്ക് കഴുത്തിലിട്ടതാകാമെന്നാണ് പോലീസ് പറയുന്നത്. ശാന്തിവിള സ്വദേശി ശ്യാമും ലേഖയും കൂലിപ്പണിക്കാരാണ്. അച്ഛന്റെ സഹോദരിക്കൊപ്പമാണ് അഹല്യയെ വീട്ടിലാക്കി മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് പോയത്. അവർ ഭക്ഷണം പാകം ചെയ്ത ശേഷം കഴിക്കുവാൻ കുട്ടിയെ വിളിച്ചപ്പോഴാണ് ഈ കുട്ടി വരാതെയായത്. തുടർന്ന് അടച്ചിട്ട മുറിയുടെ ജനാലയിലൂടെ നോക്കിയപ്പോഴാണ് കുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വീട്ടിലെ ഫാനിൽ തുണി കെട്ടി മേശയിൽ കയറി നിന്ന്, അതായത് മേശ വലിച്ചിട്ടുകൊണ്ട് കട്ടിലിൽ കയറി മേശയിലേക്ക് കയറുന്നു. തുടർന്ന് ഈ കുരുക്ക് ഫാനിലേക്ക് ഇട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ നേമം പോലീസ് കേസെടുത്തിരുന്നു. നമുക്കൊക്കെ സ്വാഭാവികമായി തോന്നുന്ന ഒരു ചോദ്യമാണ്, ഈ 9 വയസ്സുള്ള കുട്ടി എങ്ങനെ കുരുക്കിടും? ഇതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ്. പഠനത്തിൽ സമർത്ഥയായ കുട്ടിയാണ് അഹല്യ. പ്രദേശവാസികളൊക്കെ അവസാനമായി കുട്ടിയെ കണ്ടത് ഈ മരണം നടക്കുന്നതിന്റെ തലേ ദിവസമാണ്. സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുമ്പോഴായിരുന്നു അവർ കുട്ടിയെ അവസാനമായി കണ്ടത്. കുട്ടിയുടെ കഴുത്തിൽ എപ്പോഴും ഒരു ഷോൾ ഉണ്ടാകുമെന്നാണ് അയൽവാസികൾ പറയുന്നത്. ഭയങ്കര ചെല്ലത്തിൽ സംസാരിക്കുന്ന, വളരെയധികം ആക്റ്റീവായ, നല്ല മിടുക്കിയായ കുട്ടി. അഹല്യയുടെ വീടിനകത്ത് നിരവധി ട്രോഫികളൊക്കെ ഇരിപ്പുണ്ട്. പഠനത്തിൽ നേടിയ ട്രോഫി മാത്രമല്ല, വീടിന് മുന്നിൽ ചുവരിൽ അഹല്യ വരച്ച ചില ചിത്രങ്ങളുമുണ്ട്. അഹല്യ എന്ന് ആ ചുമരിൽ എഴുതിയ പേരും കാണാം. ഇപ്പോൾ ആ ഒരു പേര് മാത്രം ആ ചുമരുകളിൽ ബാക്കിയായിരിക്കുകയാണ്. കുട്ടിക്ക് എങ്ങനെ കുരുക്കിടാനാകുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഫിംഗർ പ്രിന്റ് വിദഗ്ധരടക്കമാണ് പരിശോധന നടത്തിയത്. കേരളത്തെ മുഴുവൻ നടക്കുന്ന ഒരു വാർത്തയായിരുന്നു ഈ 9 വയസ്സുകാരിയായ 4ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യ. 9 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് ഫാനിന് മുകളിൽ എങ്ങനെ കുരുക്കിടാൻ കഴിയുമെന്നതാണ് പോലീസിന് കുടിക്കുന്നത്. അമ്മ പുറത്തു പോയതിനു ശേഷം കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ബന്ധുവിനെ ചോദ്യം ചെയ്യണം. 9 വയസ്സുള്ള കുട്ടിക്ക് എത്ര പൊക്കമുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. മേശയും കസേരയും ഒക്കെ പിടിച്ചിട്ടാലും ഫാനിൽ കുരുക്കിടുവാൻ ആ കുട്ടിക്ക് കഴിയില്ല. ആരോ കൊന്ന് കെട്ടിത്തൂക്കി, അല്ലെങ്കിൽ കെട്ടിത്തൂക്കി കൊന്നു, എന്തോ കഴിക്കാനുണ്ടാക്കി കൊടുക്കണമെന്ന ബന്ധുവിനോട് കുട്ടി പറഞ്ഞതായൊക്കെ കേട്ടു. അതുണ്ടാക്കുമ്പോൾ കുട്ടി അവരെ അടുത്തു തന്നെ കാണണമല്ലോ. കൊലപാതകത്തിലേക്കാണ് സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ സംശയങ്ങൾ ഉയർന്നത്. ഈയിടെ ആത്മഹത്യ ചെയ്ത നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഒരു വാചകം പറഞ്ഞിരുന്നു: 8ാം ക്ലാസ് മുതൽ ഞാൻ മരണത്തിനായി കാത്തിരിക്കുകയാണ്. മുൻപ് 2 തവണ നടത്തിയ ആത്മഹത്യാ ശ്രമങ്ങളിൽ പരാജയപ്പെട്ടു. ഇത്തവണ വിജയിക്കും. ഇതായിരുന്നു ആ കുറിപ്പ്. ആത്മഹത്യാ പ്രവണതയും ആത്മഹത്യയും കേരള സമൂഹത്തിൽ ഇത്രയധികം വർദ്ധിച്ചു വരുന്ന ഈ നാളുകളിൽ ഏറെ ഗൗരവത്തോടെയും ജാഗ്രതയോടെയും ഈ വിഷയത്തേക്ക് പ്രബുദ്ധ കേരളം നോക്കി കാണേണ്ടതുണ്ട്. 4-5 വർഷം ആത്മഹത്യയ്ക്ക് ഒരു പെൺകുട്ടി ഒരുങ്ങുക, 2 ശ്രമങ്ങൾ പരാജയപ്പെടുക, ഒടുവിൽ അവൾ 3ാം ശ്രമത്തിൽ വിജയിക്കുന്നു. ഇത്രയും സുദീർഘമായ ഒരു കാലയളവ് മുന്നിലുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ഈ കുട്ടിയുടെ ആത്മഹത്യയെ പ്രതിരോധിക്കാൻ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കഴിഞ്ഞില്ല? ഇന്നും ആത്മഹത്യകളെ ഒരു യാദൃശ്ചികത മാത്രമായി കാണുന്നു എന്നതാണ് നമുക്ക് പറ്റുന്ന ഗുരുതരമായ വീഴ്ച. ഭൂരിഭാഗം ആത്മഹത്യകളും യാദൃശ്ചികമല്ല. ആത്മഹത്യ ചെയ്യുന്നവർ പല സൂചനകൾ നമുക്ക് തന്നിട്ടുണ്ടാകാം. എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറയാതെ പറഞ്ഞു പോകുന്നവരാണ് ആത്മഹത്യ ചെയ്ത വ്യക്തികളിൽ പലരും. ഏറ്റവും നിസ്സഹായ അവസ്ഥയിലാണ് ഒരാൾ ആത്മഹത്യ ചെയ്യുക.
ആത്മഹത്യയെ പ്രതിരോധിക്കുവാനും അതിന് തുനിയുന്നവരെ സഹായിക്കുവാനും നിരവധി സന്നദ്ധ സംഘടനകൾ തന്നെ നമുക്കുണ്ട്. പക്ഷേ ഇവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും എല്ലാവരിലേക്കും എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവണതയെ ചെറുക്കാനുള്ള പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേരേണ്ടതുണ്ട്. ഓരോ കുടുംബത്തിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. ആത്മഹത്യാ സൂചനകൾ നമുക്ക് തിരിച്ചറിയാനായാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, തൊഴിലിടങ്ങളിൽ, കുടുംബങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ, ഈ പറഞ്ഞ കുഞ്ഞു മക്കളിലൊക്കെ ആത്മഹത്യകൾ ഉണ്ടാകാതെ തടയുവാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയും. ഇത്തരം പ്രവണതകളുള്ളവർ പല സൂചനകളും മുൻകൂട്ടി നൽകും. അതിൽ ചില സൂചനകളൊക്കെയാണ് ഈ പറയാൻ പോകുന്നത്. ഉൾവലിയൽ, അതായത് വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമെല്ലാം ഉൾവലിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിക്കും. പിന്നെ ഇവർക്കൊരു അരക്ഷിത ബോധം തോന്നും. തങ്ങൾ നിരന്തരം പ്രശ്നത്തിലാണെന്നും സഹായിക്കുവാൻ ആരുമില്ലെന്നും ഇവർ ചിന്തിക്കുന്നതായി ഇവരുടെ വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ ഒരു പരിധിവരെ തിരിച്ചറിയുവാൻ കഴിയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എങ്ങനെയൊക്കെ നാളുകളായി നമ്മുടെ ഇടയിൽ കടന്നുകൂടിയ ഒരു തെറ്റായ ധാരണയാണ് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നത്. എന്നാൽ അത് വളരെ വ്യക്തമായൊരു സൂചന തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർ ആത്മഹത്യ ചെയ്യുക തന്നെ ചെയ്യും. ഓരോ തവണയും ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഭാഗമായി വേണം കരുതാൻ. എന്നാൽ പലപ്പോഴും നമ്മുടെ സമൂഹം തന്നെ ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു വ്യതിയാനം, ക്ഷിപ്രകോപവും അകാരണമായ വിഷാദവും എല്ലാം ചില സൂചനകൾ തന്നെയാണ്. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി, മാറാരോഗങ്ങൾ, മദ്യപാനം, ലഹരി ഉപയോഗം, ഇവയൊക്കെ എല്ലാം തന്നെ ആത്മഹത്യയുടെ ഒരു സാധ്യത ഉണ്ട് എന്ന് തിരിച്ചറിയണം. അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് വേണ്ട മാനസികമായ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുവാൻ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ട്. കൂടാതെ ഇവർക്ക് അമിത ഉത്കണ്ഠ, ഭയം, അതായത് പരീക്ഷാ പരാജയത്തിന്റെ ഭീതിയിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഈ അമിത ഉത്കണ്ഠയെ തുടർന്നാണ്. ചില വ്യക്തികളോടോ വസ്തുക്കളോടോ ഉള്ള ഭയവും ചിലപ്പോഴെങ്കിലും ആത്മഹത്യയിലേക്ക് നയിക്കും. അകാരണമായ ഭയവും ഉത്കണ്ഠമുള്ള വ്യക്തികളെ ജാഗ്രതയോടെ കൂടി നിരീക്ഷിക്കുവാനും ആവശ്യമെങ്കിൽ അവർക്ക് വിദഗ്ധ വൈദ്യസഹായം നൽകുവാനും നമ്മൾ തയ്യാറാകണം. കൂടാതെ അപകർഷതാബോധം, കുറ്റബോധം, മറ്റുള്ളവരെക്കാൾ എന്തൊക്കെയോ തരത്തിൽ നമ്മൾ മോശപ്പെട്ടവരാകുന്നു, അല്ലെങ്കിൽ ജീവിക്കാൻ അർഹതയില്ലാത്തവരാകുന്നു, മറ്റുള്ള ചിന്തകൾ ചിലരെയെങ്കിലും ആത്മഹത്യയിലേക്ക് നയിക്കും. ചില പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാർ തങ്ങളാണെന്നുള്ള കുറ്റബോധത്തിൽ ജീവിക്കുന്നവരും ആത്മഹത്യയ്ക്ക് തുനിഞ്ഞെന്ന് വരാം. മാനസിക രോഗമുള്ളവർ, അതായത് മാനസികാരോഗ്യ ബോധം കുറഞ്ഞ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരെന്ന നിലയിൽ പലപ്പോഴും നമ്മുടെ ഇടയിലെ മാനസിക പ്രശ്നങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തോടെ നാം കാണുന്നില്ല എന്നുള്ളതാണ്. വിഷാദ രോഗം, അമിത ഉത്കണ്ഠ, ഇവയെല്ലാം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മാനസിക രോഗങ്ങളാണ്. ഇത്തരം ആളുകളെ കണ്ടെത്തി വിദഗ്ധ സഹായം നൽകുക എന്നത് വളരെ പ്രധാനമാണ്. ആത്മഹത്യാശ്രമം ഒരിക്കലെങ്കിലും ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെ ഏറെ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. ആ പ്രവണത അവരിൽ തുടർന്നും ഉണ്ടായേക്കാം. കൂടാതെ നഷ്ടപ്പെടലുകൾ, അതായത് ഒറ്റപ്പെടൽ, പ്രിയപ്പെട്ടവരുടെ മരണം, അപ്രതീക്ഷിതമായ സ്വത്തുവകകൾ നഷ്ടപ്പെടൽ, പ്രണയനഷ്ടം, ഇവയും ആത്മഹത്യയിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ്. ഈ ഒരു വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന വ്യക്തികളെ കാണുവാനും അവരുമായി സംസാരിക്കാനും ചുറ്റുമുള്ളവർ, അതായത് കുടുംബത്തിലുള്ളവരോ സുഹൃത്തുക്കളോ പരിചയക്കാരോ ആരും തന്നെയാകാം, അവരൊക്കെ ഒന്ന് തയ്യാറാകണം. ആവശ്യമെങ്കിൽ വൈദ്യസഹായം തന്നെ തേടാവുന്നതാണ്. ഈ ആത്മഹത്യാ പ്രവണത എന്നത് ഗുരുതര മാനസികരോഗ പ്രതിസന്ധിയാണ് എന്ന് തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 7 ലക്ഷത്തിലധികം പേർ പ്രതിവർഷം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഓരോ 40 സെക്കൻഡിലും ഒരു ആത്മഹത്യ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ നാം ഏറെ ഗൗരവകരമായി കാണേണ്ടതുണ്ട്. ഈ അടുത്ത നാളിൽ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത വിവരം പറയുന്നു. നന്നേ ചെറുപ്രായത്തിൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയ ആ മകന്റെ ഏക ആശ്രയം അവന്റെ അമ്മയായിരുന്നു. അമ്മ ഒരു ആക്സിഡന്റിൽപ്പെട്ട് മരണമടഞ്ഞ് 4 മാസം തികയുന്നതിന് മുൻപാണ് ഏക മകൻ ആത്മഹത്യ ചെയ്തത്. അവന്റെ മരണശേഷം കേട്ട ഒരു കാര്യം ഇങ്ങനെയായിരുന്നു. അമ്മയുടെ മരണശേഷം എല്ലാ ദിവസവും ഈ മകൻ രാത്രി അമ്മയുടെ കല്ലറയിൽ എത്തുമത്രേ. ആ കല്ലറയിൽ തലവെച്ച് മണിക്കൂറുകളോളം കിടന്ന ശേഷമാണ് അവൻ വീട്ടിലേക്ക് മടങ്ങുക. എന്തിനാണ് കല്ലറയിൽ ദിവസവും രാത്രി പോകുന്നതെന്ന ചോദ്യത്തിന് വിശേഷങ്ങളെല്ലാം അമ്മയോട് പറയാൻ പോയതായിരുന്നു എന്നാണത്രേ ആ മകൻ മറുപടി നൽകിയത്. മരണശേഷമാണ് പലരും ഈ കഥ പരസ്പരം പറയുന്നത്. 4 മാസത്തോളം ഈ മകൻ ഈ ഒരു കല്ലറയിൽ പോകുന്നത് രാത്രികാലങ്ങളിൽ കണ്ടപ്പോൾ ഒരു അസ്വാഭാവികത ആർക്കെങ്കിലും തോന്നിയിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരൻ ഇന്നും ജീവിച്ചിരുന്നേനെ. അവന്റെ ആ ഒറ്റപ്പെടലിന്റെ വേദനയുടെ നിലവിളി ആരെങ്കിലും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ വിദഗ്ധ സഹായം നൽകി അവൻ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ സൂചനകൾക്ക് നേരെ കണ്ണടയ്ക്കരുത്. സഹായത്തിനുള്ള നിസ്സഹായത നിലവിളി നമ്മുടെ കർണപടങ്ങളിൽ എത്തണം. അനേകം ജീവിതങ്ങൾ രക്ഷപ്പെടട്ടെ. ജാഗ്രതയോടെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ വീക്ഷിക്കാം. നമ്മളാലാകുന്ന സഹായം മറ്റുള്ളവർക്ക് നൽകാം. പക്ഷേ എങ്കിൽ പോലും ആ 4 വയസ്സുകാരി ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പോ സൂചനകളോ ഒന്നും ആർക്കും നൽകിയിരുന്നില്ല. ഇത്തരത്തിൽ കുരുക്കിടുവാനായി ആ കുഞ്ഞിന് എങ്ങനെ കഴിഞ്ഞു? ആത്മഹത്യ ചെയ്തുവെന്ന പ്രാഥമിക നിഗമനത്തിനു മേലെ മറ്റെന്തോ ആ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.